പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ദേശീയ തലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഒരു വാർത്തയാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ മറ്റൊരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഋതന്യ എന്ന പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കുറച്ചൊന്നുമല്ല സ്ത്രീധനമായി കൊടുത്തത്. 300 പവനും 70 ലക്ഷത്തിന്റെ ഒരു കാറും 2.5 കോടിയോളം രൂപയാണ് കല്യാണത്തിന് ചെലവാക്കിയെന്ന് പറയുന്നത്. ഇത്രയൊക്കെ കിട്ടിയിട്ടും വരനും കുടുംബത്തിനും ഇതൊന്നും മതിയായില്ല. ആർത്തി തന്നെ, ചെറ്റകൾ. അച്ഛനും അമ്മയും മകനും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മരിക്കുന്നതിന് തൊട്ടു മുന്നേ ഋതന്യ അച്ഛന് വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. കേട്ടിരിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വേദനിക്കും അത് കേട്ട് കഴിഞ്ഞാൽ. என்னை பத்தி கண்ட கனவோ வச்ச ஆசையோ எதுவுமே நிறைவேறல. ஆனா என்னோட கடைசி மூச்சோட நம்பிக்கை நீங்க மட்டும்தான். എത്രമാത്രം പീഡനം ആ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നൊന്ന് ഓർത്ത് നോക്കി. നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരിക്കും. அதே சமயம் என்னை இப்படி பார்க்கவும் முடியல. என்னால நீங்க படுற வேதனை எனக்கு புரியுது. என்னை மன்னிச்சிருங்கப்பா, என்னை மன்னிச்சிருங்கப்பா. ഒന്നോർത്തേ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു ദുരാചാരമാണ് കാര്യം അറിയാലോ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തു കൊടുക്കും? ഈ സ്ത്രീധനം. എത്രയോ ഉന്നത വിദ്യാഭ്യാസം നേടിയവരായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, സ്ത്രീധനം അത് നിർബന്ധമാണ്. എത്രയെത്ര പെൺമക്കളാണ് ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഈ പരിപാടി നിർത്തുവോ? അതില്ല. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിചിത്രാണേ. ഈ അടുത്ത് കേരളത്തിൽ തന്നെ എത്രയെത്ര ആത്മഹത്യകൾ ഇതിൻ്റെ പേരിൽ നടന്നു. നമ്മൾ ഓമനിച്ച് താലോലിച്ച് വളർത്തുന്ന മക്കളെ ആരെങ്കിലും വീട്ടിൽ വന്ന് വിലപേശി മേടിക്കാൻ വന്നാൽ അടിച്ചോടിക്കണം. നമ്മുടെ മക്കളുടെ മരണത്തിന് നമ്മൾ ഒരിക്കലും കാരണക്കാരാകരുത്. ഇനി ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്ത്രീധനത്തിൻ്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ടായാൽ നമ്മുടെ മക്കളോട് നമ്മൾ ഒരിക്കലും പറയരുത്, ഓ മോളെ സഹിക്ക്, ഇതൊക്കെ ഇങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്യ്, ചിലപ്പോൾ മാറും എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ കൂടുതൽ ഒറ്റപ്പെടുകയേ ഉള്ളൂ. എല്ലാ പെൺമക്കളും സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. പലർക്കും ഇതൊന്നും താങ്ങാനുള്ള മെൻ്റൽ ഹെൽത്ത് പോലും കാണില്ല. എന്തു വന്നാലും നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ കൂടെ കാണും എന്ന തോന്നൽ അവർക്ക് വേണം. ആ ധൈര്യം അവരെ മുന്നോട്ട് നയിക്കും. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ഋതന്യ എന്തുമാത്രം ടോർച്ചറിങ് സഹിച്ചിട്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അവസാനം വിഷം കുടിച്ചാണ് മരിച്ചത്. ഇതുപോലൊന്നും ഒരിക്കലും ഇനി ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല. എങ്കിലും ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളുടെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ ഇത്ര രൂപ തരണം, ഇത്ര സ്വർണം തരണം, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനോ അമ്മയോ പറയുക ചെയ്താൽ ഒന്നും നോക്കണ്ട, ചവിട്ടി പുറത്താക്കിയേക്കണം.